നമസ്തേ. ഒരു പകൽ അരമണിക്കൂറിൽ സ്വാഗതം ടോപ്പ് 7/7ലേക്ക്. മഹാരാഷ്ട്രയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP തരംഗം. തകർന്നടിഞ്ഞ് ഇന്ത്യ സഖ്യം. 288 തദ്ദേശ സ്ഥാപനങ്ങളിൽ 215ഇടത്തും BJP നേതൃത്വം നൽകുന്ന മഹായുതി അധികാരം ഉറപ്പിച്ചു. തകർന്നടിഞ്ഞ കോൺഗ്രസ് 4ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, മഹാരാഷ്ട്രയിൽ BJPയുടെ ഒരു തരംഗമാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാണാൻ കഴിഞ്ഞത്. എന്താണ് നിലവിലെ സ്ഥിതി? നീലിമ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് സമാനമായി മഹാരാഷ്ട്രയിൽ BJP നേതൃത്വം നൽകുന്ന മഹായുതിയുടെ തിളക്കമാർന്ന വിജയമാണ് കാണാൻ സാധിച്ചിട്ടുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 288 സ്ഥാപനങ്ങളിലേക്ക് നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ 215ലധികം തദ്ദേശ സ്ഥാപനങ്ങളും BJP സഖ്യം പിടിച്ചെടുത്തിരിക്കുകയാണ്. വൻ വിജയം എന്നത് വലിയ ആഘോഷങ്ങളിലാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ BJP മഹായുതി സഖ്യമുള്ളത്. അവിടെ BJPയും NCP അജിത് പവാറും ശിവസേന ഷിൻഡെ വിഭാഗവും ഉൾപ്പെടുന്ന മഹായുതി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും മികച്ച വിജയം കരസ്ഥമാക്കിയിരുന്നു. അതിന് സമാനമായാണ് 246 നഗരസഭകളിലേക്കും ഒപ്പം 42 നഗർ പഞ്ചായത്തുകളിലേക്കും നടന്നിട്ടുള്ള ആകെ 288 തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പിലാണ് ഇപ്പോൾ BJP സഖ്യത്തിൻ്റെ മികച്ച വിജയം നേടിയിട്ടുള്ളത്. കോൺഗ്രസും ശിവസേന ഉദ്ധവ് വിഭാഗവും NCP ശരത് പവാർ വിഭാഗവും തകർന്നടിഞ്ഞു എന്നുള്ളത് ഒരിക്കൽ കൂടി വ്യക്തമാവുകയാണ്. NCPയുടെയും ശിവസേനയുടെയും പിളർപ്പ് ഉദ്ധവ് താക്കറെയുടെയും ശരത് പവാറിൻ്റെയും ജനപിന്തുണ തകർത്തു എന്നത് ഒരിക്കൽ കൂടി ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലൂടെ വ്യക്തമാക്കിയിരിക്കുകയാണ്. ആകെ 47 തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് മാത്രമാണ് ഈ 3 പാർട്ടികൾക്കും കൂടെ, കോൺഗ്രസിനും ശിവസേന ഉദ്ധവ് വിഭാഗവും NCP ശരത് പവാർ വിഭാഗത്തിനും കൂടെ 47 ഇടങ്ങളിൽ മാത്രമാണ് വിജയം കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. ആകെ 6800ലധികം സീറ്റുകളിലുള്ളതിൽ അതിൽ പകുതിയിലധികം സീറ്റുകളും BJP ഒറ്റയ്ക്ക് കരസ്ഥമാക്കി. 122ഓളം തദ്ദേശ സ്ഥാപനങ്ങൾ പിടിച്ചെടുത്തുകൊണ്ട് സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി BJP വളർന്നിരിക്കുകയാണ്. ഇനി വരാനിരിക്കുന്ന മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. മഹാരാഷ്ട്രയെ സംബന്ധിച്ച് നിർണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിലെ സമാനമായ വിജയം ആവർത്തിക്കും എന്ന ആത്മവിശ്വാസമാണ് BJPയുടെയും NCP അജിത് പവാറിൻ്റെയും ശിവസേന ഷിൻഡെ വിഭാഗവും എല്ലാം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. കോൺഗ്രസിൻ്റെ കനത്ത പരാജയം വന്നതോടുകൂടി മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഘാടി സഖ്യത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. സഖ്യകക്ഷികൾ ഉറപ്പായും തള്ളിപ്പറയുമെന്ന് വ്യക്തമായതോടുകൂടി വരാനിരിക്കുന്ന മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന പ്രഖ്യാപനം ഇതിനോടകം തന്നെ കോൺഗ്രസ് നടത്തിയിട്ടുണ്ട്. സഖ്യത്തിൽ മത്സരിച്ചിട്ട് പോലും നിലം തൊടാത്ത അവസ്ഥയിൽ മുനിസിപ്പൽ കോർപ്പറേഷനിൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കുമ്പോൾ എത്രത്തോളം മുൻപോട്ട് പോകാനാകും എന്നുള്ളത് നോക്കിക്കാണേണ്ടതാണ്. ഏതായാലും മികച്ച വിജയമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ BJP സഖ്യം മഹാരാഷ്ട്രയിൽ നേടിയിട്ടുള്ളത്. നീലിമ. ശരി ജിഷ്ണു. അമ്പത് BJP കൗൺസിലർമാർ അടക്കം തിരുവനന്തപുരം നഗരസഭയിലെ പുതിയ 100 കൗൺസിലർമാരും സത്യപ്രതിജ്ഞ ചെയ്തു. BJP കൗൺസിലർമാർ അയ്യപ്പസ്വാമിയുടെയും ഭാരതാംബയുടെയും ബലിദാനികളുടെയും നാമങ്ങളിൽ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ CPM കൗൺസിലർമാർ ഭൂരിഭാഗവും ദൃഢപ്രതിജ്ഞ എടുക്കുകയായിരുന്നു. വഞ്ചിയൂരിലെ CPM കൗൺസിലർ P. ബാബു പ്രതിജ്ഞ തിരുത്തിയതും UDF കൗൺസിലർ ശരണം വിളിച്ചതും എല്ലാം ശ്രദ്ധേയമായി. സംസ്കൃതത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത BJP കൗൺസിലർ കരമന അജിത് യഥാമതി വിവേചനാശക്തി അനുസരിച്ച നിർവക്ഷ്യാമി ഇതി ഈശ്വരനാമിന സത്യപ്രതിജ്ഞ കരോമി. പത്മനാഭസ്വാമിയുടെ മുതൽ അയ്യപ്പസ്വാമിയുടെ വരെ നാമത്തിൽ BJP കൗൺസിലർമാർ സത്യപ്രതിജ്ഞ ചെയ്തു. ബലിദാനികൾക്കും ആദരവ്. ശ്രീ പത്മനാഭ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ശ്രീ ഇരുകുളങ്ങര ദുർഗാ ഭഗവതി നാമത്തിൽ, ആറ്റുകാൽ അമ്മയുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ബലിദാനികൾ അമരന്മാർ വന്ദേ മാതരം. ഭാരതാംബയുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത ആശാനാഥും വിനോദ് R അടക്കമുള്ള കൗൺസിലർമാർ ഭാരതാംബയുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. സ്വാമി ശരണമയ്യപ്പ. കടകംപള്ളി വാർഡ് പിടിച്ചെടുത്ത ജയ രാജീവും BJP കൗൺസിലർമാരും ശരണം വിളിക്കുന്നതും ശ്രദ്ധേയമായിരുന്നു. അയ്യപ്പ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഭൂരിപക്ഷം CPM കൗൺസിലർമാരും ദൃഢപ്രതിജ്ഞ എടുത്തു. എന്നാൽ കുളത്തൂരിലെ CPM കൗൺസിലർ ശ്രുതി
ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. CPM നേതാവ് വഞ്ചിയൂർ ബാബുവിന്റെ സത്യപ്രതിജ്ഞ ഈശ്വരനാമത്തിൽ തുടങ്ങി ദൃഢപ്രതിജ്ഞയിലാണ് അവസാനിച്ചത്. എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്നും ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. കുന്നുകുഴിയിലെ UDF കൗൺസിലർ മേരി പുഷ്പത്തിന്റെ സത്യപ്രതിജ്ഞയും അവസാനിച്ചത് ശരണം വിളിയിൽ. ജനം, തിരുവനന്തപുരം. തിരുവനന്തപുരം നഗരസഭയിൽ ചരിത്ര വിജയം നേടിയ ശേഷം നഗരസഭയിലെത്തി സത്യപ്രതിജ്ഞ ചെയ്ത് BJP കൗൺസിലർമാർ. ശ്രീ പത്മനാഭസ്വാമിയെ വണങ്ങിയ ശേഷമാണ് കൗൺസിലർമാർ സത്യപ്രതിജ്ഞയ്ക്കായി എത്തിയത്. വികസിത അനന്തപുരി സാധ്യമാക്കുകയാണ് BJPയുടെ ലക്ഷ്യമെന്ന് സത്യപ്രതിജ്ഞയിൽ പങ്കെടുത്ത് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. തിരുവനന്തപുരം നഗരസഭയിൽ ചരിത്ര വിജയം നേടിയാണ് BJP ഭരണപക്ഷത്തേക്ക് എത്തിയത്. ആ ചരിത്ര വിജയം ആഘോഷമാക്കുകയാണ് BJPയുടെ സംസ്ഥാന നേതാക്കന്മാരും പ്രവർത്തകരും കൗൺസിലർമാരും. നഗരസഭയിലേക്ക് വിജയിച്ച 50 കൗൺസിലർമാർ ആദ്യം എത്തിയത് ശ്രീ പത്മനാഭസ്വാമിയുടെ ക്ഷേത്രനടയിലേക്കാണ്. വിജയം ശ്രീ പത്മനാഭന് കൗൺസിലർമാർ സമർപ്പിച്ചത് തിരുവനന്തപുരം സിറ്റി ജില്ലാ അധ്യക്ഷൻ കരമന ജയന്റെ നേതൃത്വത്തിൽ. തിരുവനന്തപുരം നഗരസഭയുടെ പുതിയ തുടക്കമാകും ഇനി അനന്തപുരി കാണുകയെന്ന് BJP തിരുവനന്തപുരം സിറ്റി ജില്ലാ അധ്യക്ഷൻ കരമന ജയൻ പറഞ്ഞു. ഞങ്ങൾ മാത്രം BJP മാത്രമല്ല, തിരുവനന്തപുരം നഗരത്തിലെ ജനങ്ങൾ ഒന്നാകെ സന്തോഷിക്കുന്നു. അതുമാത്രമല്ല, രാജ്യത്തിലെ ജനങ്ങൾ ഈ തിരുവനന്തപുരം, ദൈവത്തിൻ്റെ സ്വന്തം നാടായിട്ടുള്ള ഈ കേരളത്തിൻ്റെ തലസ്ഥാനമായിട്ടുള്ള തിരുവനന്തപുരം, ഈ അനന്തപുരം ശ്രീ പത്മനാഭസ്വാമിയുടെ മണ്ണ്, ഇവിടെ BJPയുടെ ഭരണം വന്നത് ഈ നാടിൻ്റെ ഐശ്വര്യമാണ്, ഈ നാടിൻ്റെ വികസനത്തിൻ്റെ പാതയിൽ മുന്നോട്ട് കുതിക്കുവാനുള്ള പ്രയാണമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുതന്നെയാണ് എല്ലാവരുടെയും സന്തോഷം. നഗരസഭയിൽ മാറാത്തത് ഇനി മാറുമെന്ന് R ശ്രീലേഖയും പറഞ്ഞു. പ്രതീക്ഷകളെല്ലാം സഫലമാകും. കാരണം ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു ഉറപ്പോടുകൂടിയാണ്. കുറച്ച് വാഗ്ദാനങ്ങൾ ഞങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ പാലിക്കാനുള്ള മനസ്ഥിതിയോടുകൂടിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിനുള്ള സാഹചര്യം ഉണ്ടാകും. വാഗ്ദാനങ്ങളെല്ലാം പാലിക്കപ്പെടും. ജനങ്ങൾക്കും സമൂഹത്തിനും തിരുവനന്തപുരത്തിനും നന്മ ഉണ്ടാകും. പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും പാളയത്തെ സെന്റ് ജോസഫ് കത്തീഡ്രലിൽ മെഴുകുതിരിയും കത്തിച്ചാണ് സത്യപ്രതിജ്ഞയ്ക്കായി കൗൺസിലർമാർ എത്തിയത്. പാളയത്ത് നിന്ന് ആരംഭിച്ച പദയാത്രയിൽ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മറ്റ് സംസ്ഥാന നേതാക്കളും പങ്കെടുത്തു. തിരുവനന്തപുരം നഗരത്തിൽ വികസിത അനന്തപുരി സാധ്യമാക്കുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഒരു വലിയ സന്തോഷമുള്ളൊരു ദിവസമാണ്. എത്രയോ കൊല്ലമായി പ്രവർത്തിച്ച്, എത്രയോ കൊല്ലമായി അധ്വാനിച്ച ഒരു ലക്ഷ്യം ഞങ്ങൾക്ക് ഇന്ന് ജനങ്ങൾ തന്നു, ഒരു അവസരം തന്നു. ഇനി വരാൻ പോകുന്ന കാലത്ത് ഞങ്ങൾ ജനങ്ങളെ സേവിക്കും. വികസിത തിരുവനന്തപുരം എന്ന ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാടിന് അതിനുവേണ്ടി അധ്വാനിക്കും. 24 മണിക്കൂർ 365 ദിവസം ഇന്ന് അധ്വാനം തുടങ്ങും. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ മുന്നേറ്റം അനന്തപുരിയിൽ സാധ്യമായതോടെ BJPയുടെ ആത്മവിശ്വാസവും ഉത്തരവാദിത്വവും വർദ്ധിച്ചിരിക്കുകയാണ്. ജനം, തിരുവനന്തപുരം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ചരിത്രം സൃഷ്ടിച്ച് BJP അധികാരത്തിലെത്തുമ്പോൾ ജനങ്ങൾ വലിയ സന്തോഷത്തിലാണ്. വികസിതാനന്തപുരിയിൽ അത്രയും പ്രതീക്ഷയാണവർക്ക്. അഴിമതിരഹിത ഭരണം ഉറപ്പാണെന്നും അവർ ഒരേ സ്വരത്തിൽ പറയുന്നു. ഇടതുഭരണത്തെ തൂത്തെറിഞ്ഞ അനന്തപുരിയുടെ ഭരണം താമരക്കൈകളിലെത്തുമ്പോൾ ഏറെ സന്തോഷത്തിലാണ് തലസ്ഥാന നിവാസികൾ. BJP ഭരണത്തിൽ എല്ലാം ഭദ്രമായിരിക്കുമെന്നാണ് ഏവർക്കും പറയാനുള്ളത്. പിന്നെ ഞങ്ങളെ പ്രതീക്ഷയാണ് BJP ഭരണത്തിൽ വരണം. ഇനി കേരളം മൊത്തത്തിൽ ഒരു മാറ്റം പ്രതീക്ഷിക്കുകയാണ്. കാരണം ഇടത് വലത് മുന്നണികൾ ഇരുവരും ഒറ്റക്കെട്ടാണ്. ഒരു ഇന്ത്യ മുന്നണിയാണ് ഇരുവരും. അതുകൊണ്ട് ജനങ്ങളെല്ലാം ഒരു മാറ്റം ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ ഒരു തുടക്കമായി തലസ്ഥാനത്ത് നിന്ന് തുടങ്ങുകയാണ്. വർഷങ്ങളായി കോർപ്പറേഷൻ ഭരിച്ചവർ സ്വന്തക്കാർക്ക് വേണ്ടിയല്ലാതെ നാട്ടുകാർക്ക് വേണ്ടി ഒന്നും ചെയ്തില്ലെന്നും ജനങ്ങൾ പറയുന്നു. വൻ പ്രതീക്ഷയാണ്, നല്ലൊരു പ്രതീക്ഷയാണ്. ഭാരതീയ ജനതാ പാർട്ടി കോർപ്പറേഷൻ, അതായത് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുക എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടി കോർപ്പറേഷൻ ഭരിക്കുന്നത്. തിരുവനന്തപുരത്തുള്ള ആളുകൾക്ക് നല്ലൊരു വികസന കുതിപ്പാണ് ഭാരതീയ ജനതാ പാർട്ടി ഉറപ്പ് നൽകുന്നത്. മാത്രമല്ല, ഇനി ഈ നഗരം നമ്മുടെ മെട്രോ സിറ്റി പോലെയുള്ളൊരു നഗരമായി മാറാം.
ഭാരതീയ ജനതാ പാർട്ടി വികസനം എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരം നിലനിർത്തിക്കൊണ്ടുള്ള ഒരു വികസനമാണ് ഭാരതീയ ജനതാ പാർട്ടി ഉദ്ദേശിക്കുന്നത്. അത് തന്നെയാണ് നടപ്പിലാക്കുന്നത്. BJP നേതൃത്വത്തിലുള്ള NDA അധികാരത്തിലെത്തുമ്പോൾ വികസിതാനന്ദപുരി എന്ന വാഗ്ദാനത്തിൽ ഒരുപാട് പ്രതീക്ഷയിലാണ് ജനങ്ങൾ. അഴിമതിരഹിത ഭരണം, അതാണ് അവർ കാത്തിരിക്കുന്നതും. ഒരു ഒഴുക്കാണ് കേരളത്തിൽ അങ്ങോളം ഉണ്ടാവുന്നത്. ഇരു മുന്നണിയെയും അപ്പോൾ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് BJPയുടെ ഒരു സെമി ഫൈനലാണ്. ഇനി 2026 ആകുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ രണ്ട് കൈ മുമ്പിട്ട് ഭാരതീയ ജനതാ പാർട്ടി സ്വീകരിക്കുമെന്നാണ് 100% ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. BJP ഒരു അധികാരത്തിൽ വന്നാൽ എല്ലാ ആൾക്കാർക്കും നാട്ടിനും നന്മയുണ്ടാവണം. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് ഭരിച്ച സമയത്ത് പകുതി പേര് വെട്ടിത്തിരിച്ചുള്ള പോക്കുകളാണ് പോണത്. 100 വാർഡുള്ളിടത്ത് 101 വാർഡാക്കി കുറച്ചാണ് നമ്മൾ 101ാമത്തെ വാർഡിലാണ് സ്ഥാനാർത്ഥി രാജേന്ദ്രൻ ജയിച്ചത്. അതാണ്. അതായത് ഒരു അധികാര മാറ്റത്തിലൂടെ ജനങ്ങൾ ആഗ്രഹിച്ചതൊക്കെ നടക്കും അല്ലേ? നടക്കണം. അതിനു വേണ്ടിയാണ് ഞങ്ങളിപ്പോൾ ഈ BJPയിലായത്. അത്ര ദ്രോഹമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഇത് വരരുത്. അത്രയും ഞങ്ങൾ പറയുന്നുള്ളൂ. അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേറ്റു. ഇനി ആകാംക്ഷ ആരാകും മേയർ എന്നാണ്. എന്നാൽ ജനങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ, നയിക്കുന്നതാരായാലും ജനക്ഷേമ ഭരണം ഉറപ്പാണ്. ജനം, തിരുവനന്തപുരം. NDA ചരിത്ര വിജയം നേടിയ തൃപ്പൂണിത്തുറയിൽ ജനപ്രതിനിധികൾ സത്യപ്രതിജ്ഞ ചെയ്തു. മുതിർന്ന അംഗവും BJP നേതാവുമായ രാധിക വർമ്മയാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത്. 21 സീറ്റുകൾ നേടിയാണ് NDA നഗരസഭയിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായത്. പൂർണ്ണത്രയീശ ക്ഷേത്രത്തിൽ നിന്നും പ്രകടനമായാണ് NDA കൗൺസിലർമാർ സത്യപ്രതിജ്ഞ നടക്കുന്ന തൃപ്പൂണിത്തുറ ലായം കൂത്തമ്പലത്തിലേക്ക് എത്തിയത്. 10 മണിയോടെ മുതിർന്ന അംഗവും BJP നേതാവുമായ രാധിക വർമ്മ ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തു. ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന പൂർണ്ണത്രയീശന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ. തുടർന്ന് മറ്റംഗങ്ങൾക്ക് രാധിക വർമ്മ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്ക് ശേഷം ആദ്യ കൗൺസിൽ യോഗവും നഗരസഭയിൽ നടന്നു. NDAയ്ക്ക് ഇത് അഭിമാന നിമിഷമാണ്. ചരിത്ര വിജയമാണ് ഇക്കുറി തൃപ്പൂണിത്തുറ നഗരസഭയിൽ മുന്നണി നേടിയത്. ജനങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങി. BJPയുടെ വികസിത നയങ്ങളാണ് യഥാർത്ഥത്തിൽ കേരളത്തിന് ആവശ്യം, തൃപ്പൂണിത്തുറ ആവശ്യമെന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കി. ചിട്ടയായ പ്രവർത്തനത്തിലൂടെ, സംഘടനാ പ്രവർത്തനത്തിലൂടെ അത് ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ BJP ഒരു പ്രതിപക്ഷ പാർട്ടി എന്നുള്ള BJPക്ക് സാധിച്ചു. തൃപ്പൂണിത്തുറയിൽ അതിനെ ജനങ്ങൾ കയ്യിൽ നീട്ടി സ്വീകരിച്ചു എന്നുള്ളതാണ് ആദ്യമേ പറയാനുള്ളത്. ജനങ്ങൾ അർപ്പിച്ച വിശ്വാസത്തിന് ഒരു കോട്ടവും തട്ടാതെ ഇനി മുന്നോട്ട്. തൃപ്പൂണിത്തുറക്കാരുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു വികസന കാഴ്ചപ്പാടിലേക്കുള്ള ഒരു തുടക്കമാണിത്. അതിൻ്റെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ഒരു കർത്തവ്യം എന്നുള്ള നിലയ്ക്കാണ് ഞങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ളത്. ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ടുള്ള പ്രധാനമന്ത്രി പറഞ്ഞതുപോലെയുള്ള ജനസേവകരായിട്ട് ഞങ്ങൾ ഇനി അവരുടെ ഇടയിലുണ്ടാവും. ഈ ഒരു ചേഞ്ച് ജനങ്ങൾ ആവശ്യപ്പെട്ടതും ആഗ്രഹിച്ചതുമാണ്. അത് തീർച്ചയായിട്ടും അവരത് സാധിച്ചെടുത്തു എന്നുള്ളതാണ്. ജനങ്ങൾക്കാണ് നമ്മൾ നന്ദി പറയേണ്ടത്. തീർച്ചയായിട്ടും അവർക്ക് ആ മാറ്റം വരണം എന്നുള്ള അവരുടെ തീർച്ചയായിട്ടും അവർക്കൊരു മോഹമായിരുന്നില്ലേ, അതിൽ മാറ്റം വരുത്താൻ സാധിച്ചു. അത് തീർച്ചയായിട്ടും ഇനി നമ്മൾ ഏറ്റവും ഈ പറഞ്ഞ പോലെ ജനസേവനം എന്നുള്ള ആ ഒരു കാര്യം ഏറ്റവും പ്രധാനമായിട്ട് നിന്ന് വേണ്ടവർക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ വികസനങ്ങളും കൊണ്ടുവരാനായിട്ട് തീർച്ചയായിട്ടും ഞങ്ങളെല്ലാം പ്രയത്നിക്കും. 21 സീറ്റുകൾ നേടിയാണ് NDA തൃപ്പൂണിത്തുറയിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായത്. ജനം, കൊച്ചി. 2009 മുതൽ സ്മാർട്ട് ക്രിയേഷൻസിന്റെ സാന്നിധ്യം ശബരിമലയിൽ. 2011 ശബരിമലയിലെ ഉപക്ഷേത്രങ്ങളിലെ കലശം സ്വർണം പൂശിയത് സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് സംശയം. കന്യമൂല ഗണപതി, മാളികപ്പുറം, നാഗരാജാവ്, ഉപദേവതാ ക്ഷേത്രങ്ങളിലും സ്വർണം പൂശി. സ്വർണം പൂശിയ കലശങ്ങൾ എന്തു ചെയ്തു എന്നതിലാണ് ഇപ്പോൾ സംശയമുയർന്നിരിക്കുന്നത്. വിവരങ്ങളുമായി പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, ഈ പങ്കജ് ഭണ്ഡാരിയെ അറസ്റ്റ് ചെയ്തതോടുകൂടി കൂടുതൽ വിവരങ്ങൾ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പുറത്തു വരികയാണ്. ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തെല്ലാം?
നീലിമ, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടാണ് ഈ പങ്കജ് ഭണ്ഡാരിയെ അറസ്റ്റ് ചെയ്തത്. അതിന് പിന്നാലെയാണ് പങ്കജ് ഭണ്ഡാരിയുടെ കമ്പനിക്കെതിരെ സ്മാർട്ട് ക്രിയേഷനെതിരെ കൂടുതൽ തെളിവുകൾ അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നത്. അതായത് 2009 മുതൽ ഈ സ്മാർട്ട് ക്രിയേഷൻ്റെ സാന്നിധ്യം ശബരിമലയിൽ ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെ 2011 ഉപദേവതകളുടെ ക്ഷേത്രങ്ങളിൽ ഉപദേവതാ ക്ഷേത്രങ്ങളിൽ സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട ഇടപെടലുകളിൽ അതിൽ കൊള്ള നടന്നിട്ടുണ്ടോ എന്ന സംശയം പുറത്തു വരുന്നുണ്ട്. അതായത് 1998 ഇതിൽ വിജയ് മല്യ സ്വർണം പൂശുന്നത്. അതിന് പിന്നാലെ 2011 വീണ്ടും സ്വർണം പൂശുന്ന അടക്കമുള്ള നടപടികൾ ഈ ക്ഷേത്രത്തിൽ നടന്നുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ അന്ന് സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട അതായത് 98 ശേഷം 2011 സ്വർണം പൂശുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന, അതായത് ശബരിമലയിലെ ഉപദേവതാ ക്ഷേത്രങ്ങളിൽ, ആ ഉപദേവതാ ക്ഷേത്രങ്ങളിലെ സ്വർണം അത് എന്തു ചെയ്തു എന്നതടക്കമുള്ള ചില സംശയങ്ങൾ ഉയരുന്നുണ്ട്. അതാണ് നേരത്തെ ഈ 2019 പുറമെ 2011 സ്വർണ്ണക്കൊള്ള നടന്നോ എന്ന സംശയം ജനിപ്പിക്കുന്നത്. ഇതിൽ സ്മാർട്ട് ക്രിയേഷൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. സ്മാർട്ട് ക്രിയേഷൻ തന്നെ അവരുടെ ഫേസ്ബുക്ക് പേജിലൂടെ നേരത്തെ പറയുന്നുണ്ടായിരുന്നു, 2011 ഞങ്ങൾ ശബരിമലയിലെ സ്വർണം ഈ ഉപദേവതാ ക്ഷേത്രങ്ങളിൽ, ഗണപതി കോവിലടക്കം നാഗരാജ ക്ഷേത്രങ്ങളിലടക്കം സ്വർണം പൂശി എന്ന ഒരു പോസ്റ്റും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, പോസ്റ്റിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് കൂടുതൽ സംശയങ്ങളടക്കം ഈ സ്മാർട്ട് ക്രിയേഷനിലേക്ക് ജനിപ്പിക്കുന്നത്. പങ്കജ് ഭണ്ഡാരിയെ ചുറ്റിപ്പറ്റി ഒരുപാട് അന്വേഷണങ്ങൾക്ക് സാധ്യത വരികയാണ്. പ്രശാന്താണ് കൂടുതൽ സ്വർണ്ണക്കൊള്ള നടന്നോ എന്നുള്ള സംശയം SIT പങ്കുവയ്ക്കുന്നതിന്റെ വിവരങ്ങൾ പങ്കുവച്ചത്. ഭാരതത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും ഏറ്റവും വലിയ ഭീഷണിയാണ് പോപ്പുലർ ഫ്രണ്ട് എന്ന് NIA. ഇന്ത്യ പാക് യുദ്ധമുണ്ടായാൽ ദക്ഷിണേന്ത്യ പിടിച്ചെടുക്കാൻ പോപ്പുലർ ഫ്രണ്ട് ലക്ഷ്യമിട്ടുവെന്ന് ഡൽഹി പട്യാല ഹൗസ് കോടതിയിൽ NIA റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഇക്കാര്യം പോപ്പുലർ ഫ്രണ്ടിന്റെ പഠന ക്ലാസുകളിൽ പഠിപ്പിച്ചിരുന്നു. ഈ സംരക്ഷിത സാക്ഷിയുടെ അടക്കം മൊഴി ഇക്കാര്യത്തിൽ ഉണ്ട് എന്നാണ് NIA പറയുന്നത്. ഇസ്ലാം അപകടത്തിൽ എന്ന് ബോധപൂർവം പ്രചാരണം നടത്തി മുസ്ലിം യുവാക്കളെ ഹിന്ദുക്കൾക്കെതിരെ തിരിക്കാൻ ശ്രമിച്ചുവെന്നും കണ്ടെത്തി. അങ്ങനെ അതീവ ഗുരുതരമായ കണ്ടെത്തലാണ് പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട് NIA ഡൽഹി പട്യാല ഹൗസ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. എരുമേലി ചെറുവള്ളി വിമാനത്താവളത്തിനായി ഭൂമി ഏറ്റെടുക്കാനുള്ള സംസ്ഥാന സർക്കാർ നീക്കത്തിന് തിരിച്ചടി. വിജ്ഞാപനം ഹൈക്കോടതി റദ്ദാക്കി. വിമാനത്താവള പദ്ധതിക്ക് ആവശ്യമായ ഭൂമി എത്രയാണെന്ന് ശാസ്ത്രീയമായി വിലയിരുത്തുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടുവെന്നും കോടതി. ബിലീവേഴ്സ് ചർച്ചിന് കീഴിലുള്ള അയന ചാരിറ്റബിൾ ട്രസ്റ്റ് നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ സുപ്രധാനമായ ഉത്തരവ് ഉണ്ടായത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ വീണ്ടും ലോക കേരള സഭയുമായി സംസ്ഥാന സർക്കാർ. 2026 ജനുവരി 29 തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനവും 30-31 തീയതികളിൽ നിയമസഭാ മന്ദിരത്തിൽ സമ്മേളനവും സംഘടിപ്പിക്കും. 10 കോടിയിലധികം രൂപ ചെലവഴിച്ചാണ് സർക്കാർ വീണ്ടും ലോക കേരള സഭയ്ക്ക് തയ്യാറെടുക്കുന്നത്. അയ്യപ്പസ്വാമിയെ കാണാൻ പ്രായം ഒരു തടസ്സമല്ലെന്ന് തെളിയിക്കുകയാണ് വയനാട് മീനങ്ങാടി സ്വദേശിനി പാറുക്കുട്ടിയമ്മ. 103 വയസ്സിലും പ്രായത്തിന്റെ അവശതകളെ അവഗണിച്ചുകൊണ്ട് പാറുക്കുട്ടി കുടുംബത്തോടൊപ്പം സന്നിധാനത്തെത്തി. 3 വർഷം മുൻപ് 100-ാം വയസ്സിലായിരുന്നു പാറുക്കുട്ടിയമ്മയുടെ കന്നിമല കയറ്റം. ഇതോടെ ടോപ്പ് 787 പൂർണ്ണമാക്കുകയാണ്. നമസ്തേ. നാമം ജപിക്കുമെന്നാത്മാവിലായിരം നാദവേദങ്ങളും നാവിൽ തുളുമ്പുന്ന ഇരുമുടിയിലെ ഇഹപരവ്യത നീക്കി നീയാറാട് ചുറ്റു വീഴുന്ന തൂവന്നു തുള്ളി അയ്യപ്പൻ തീനൂറും കണ്ണീര്. 3 വർഷം മുൻപ് കൊച്ചുമക്കളും ബന്ധുക്കളും ശബരിമലയിലേക്ക് പോകാൻ തയ്യാറെടുക്കുമ്പോൾ അവർക്കൊപ്പം കൂടിയതാണ് പാറുക്കുട്ടിയമ്മ. അന്ന് കന്നിമലയാത്ര. പിന്നീട് വീണ്ടും അയ്യപ്പ ദർശന പുണ്യം നേടി. ഇപ്പോൾ 3ാമത്തെ വരവ്. ഡോളിയിലാണ് പാറുക്കുട്ടിയമ്മ സന്നിധാനത്തെത്തിയത്. അയ്യപ്പനെ കണ്ടു സന്തോഷം. അയ്യപ്പനെ കണ്ടു. 100 വയസ്സിലല്ലേ വന്നത്. 100 വയസ്സിൽ അയ്യപ്പനെ കാണാൻ വന്നത്. 100 വയസ്സിലൊന്ന് വന്ന് കണ്ട അയ്യപ്പനെ
101 വയസ്സിൽ വന്നു, 100 വയസ്സിലും 101 വയസ്സിലും വന്നു. സ്വാമിയേ ശരണമയ്യപ്പോ, അയ്യര സുന്ദരേ ശരണമയ്യപ്പോ. ബന്ധുക്കളും പേരക്കുട്ടികളുമടക്കം 12 സംഘം മുത്തശ്ശിക്ക് ഒപ്പമുണ്ടായിരുന്നു. 100 വയസ്സിൽ കന്നിസ്വാമിയായിട്ട് ആദ്യമായിട്ട് വന്നു. 2ാം വർഷം കഴിഞ്ഞ കൊല്ലം 101 വയസ്സിൽ വന്നത്, 102 വയസ്സിൽ ഇപ്പോൾ വന്നത്. പമ്പയിൽ നിന്ന് ഡോളിക്കാണ് വന്നത്. യാത്രയൊക്കെ നല്ല സുഖമായിരുന്നു. എല്ലാ സൗകര്യങ്ങളും നമുക്ക് കിട്ടി. ഇവിടെ പോലീസിൻ്റെ ആയാലും ദേവസ്വം ബോർഡിൻ്റെ ആയാലും അതുപോലെ വയനാട് MLA IC ബാലകൃഷ്ണൻ സാർ നമ്മളെ കുറേ അവിടുന്ന് വരുമ്പോൾ എല്ലാ കാര്യങ്ങളും ഇവിടെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. അമ്മേൻ്റെ പേര് പാർക്കുട്ടി, വീട്ടുപേര് പറയരുതോട്ടത്തിൽ, വയനാട് മീനങ്ങാടി. കഴിഞ്ഞ ദിവസം കോളേരി ക്ഷേത്രത്തിൽ കെട്ടുനിറച്ചാണ് പാർക്കുട്ടിയമ്മ ശബരിമല യാത്ര തുടങ്ങിയത്. ജനം സന്നിധാനം.